ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി എത്തി നിൽക്കുന്നു. ഫെബ്രുവരിയിൽ 3 സൂപ്പർ ഹിറ്റ് ഫിലിംസ്: പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും നല്ല രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 3 പടങ്ങളുടെ ഇടയിലൊന്ന് വിട്ടുപോയി, പക്ഷേ നല്ല മൂവിയാണ്. നമ്മളതിൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം ഒരു കുറ്റന്വേഷണം. 90s വന്നൊരു കഥ, CCTV ഒന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചൊരു കഥയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കാണും. അപ്പോൾ ഫെബ്രുവരി കഴിയുന്നു. മാർച്ചിൽ വെയിറ്റ് ചെയ്യുന്ന മൂവീസ്: മാർച്ച്, ഏപ്രിൽ, മെയ്. മലയാള സിനിമയിൽ 2024 ഏകദേശം 20ഓളം സിനിമകൾ 50 crore എബോവ് കളക്ട് ചെയ്യുമെന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മെയ് വരെയുള്ള റിലീസാവാൻ പോകുന്ന പടങ്ങളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ മാർച്ച് 7 തങ്കമണി, രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന നമ്മുടെ ദിലീപേട്ട ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ പടം. നമുക്കറിയാം, തങ്കമണി എന്നൊരു സ്ഥലത്ത് ഒരു ബസ് കത്തിച്ചൊരു സംഭവമൊക്കെ ആയിട്ടുണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അതിൻ്റെ ബന്ധപ്പെട്ടിട്ട് പൊളിറ്റിക്കലൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന ഒരു സംഭവമാണ്. കരുണാകരൻ നമ്മുടെ ലീഡർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ്. ഒരുപാട് പ്രോബ്ലംസ്, പോലീസിൻ്റെ അതിക്രൂരമായ വിളയാട്ടം, മർദ്ദനം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം നമ്മൾ മാർച്ച് 7 വെയിറ്റ് ചെയ്യാണ്. രതീഷ് രഘുനന്ദനെ കുറിച്ചും പറയേണ്ട കാര്യം. ഉണ്ടല്ലെന്നൊരു ഫിലിം എന്തുട്ടാ മൈക്ക്. ആ ഡയറക്ടർ നമുക്കറിയാം. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റ് ചെയ്യണ മൂവി തന്നെയാണ്. മാർച്ച് 7 ഒരു 9 ദിവസം അല്ലേ, 9 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. ഇറ്റ്സ് എ കംബാക്ക്. ദിലീപേട്ടൻ ജനപ്രിയ നായകൻ്റെ കംബാക്ക് തന്നെയായിരിക്കും ഈ പടം. ഷുവർ ഹിറ്റിനായി എഴുതി വെച്ചൊരു പടം തന്നെയാണ്. ദിലീപേട്ടൻ ഒരു പടം പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ പോലെ തന്നെയാണ് കയറിക്കൊളുത്തും വിത്ത് ഫാമിലി. ഓൾ ദി ബെസ്റ്റ് ദിലീപേട്ടൻ ആൻഡ് ടീം. രതീഷ് രഘുനന്ദൻ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വരുന്ന പടം, നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ആടുജീവിതം. മാർച്ച് 28. ബ്ലസ്സി. എത്ര കാലമായി വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. എന്തായാലും കാത്തിരിപ്പിനൊരു വിരാമിടാണ്. മാർച്ച് 28 ഏകദേശം ഒരു 1 month സമയം, ഒരു 20 days സമയമുള്ളൂ. അപ്പോൾ കട്ട വെയിറ്റ് മൂവിയാണ്, ഒന്നും പറയാനില്ല. നോവൽ വായിച്ചുള്ള ആളുകളായിരിക്കും ഏറെക്കുറെ മലയാളികളുടെ. പ്ലസ് AR റഹ്മാൻ, രാജേട്ടൻ്റെ എഫേർട്ട്. ഈ വർഷത്തെ നാഷണൽ അവാർഡ് അങ്ങേരാണ്ട് എടുക്കുക ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൃഥ്വിരാജിനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രയോഗത്തിലെ കുറച്ച് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് 3 പേരും മത്സരിക്കുന്നത് കേട്ട്. ആ രീതിയിലുള്ള പെർഫോമൻസുകളാണ്. അപ്പോൾ രാജേട്ടൻ്റെ ഒരു വലിയൊരു എഫേർട്ടുണ്ട് ഈ പടത്തിൽ. നമുക്കറിയാം, ഫസ്റ്റ് കൊറോണ വന്ന സമയത്ത് അവരവിടെ കുടുങ്ങിയതും തിരിച്ചുവരവും കാര്യങ്ങളും, അതിന് വേണ്ടി ഒരു എഫേർട്ട്. പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്തുള്ള ആളെയൊക്കെ നമുക്കറിയാം, പറയുന്ന കാര്യമുള്ള വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. ഭയങ്കര എക്സൈറ്റഡ് മൂവിയാണ്. അന്ന് ഓരോ ആഴ്ചയുള്ള ആളാണ്. ഞാൻ സ്ക്രീനിൽ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അത് നമുക്ക് ഏകദേശം മാർച്ച് 28 കൺഫേംഡ് ആണ് ഫിലിം. ഓൾറെഡി കൺഫേംഡ് ഡേറ്റ്, യാതൊരു മാറ്റം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വരുന്നൊരു പടം. അപ്പോൾ മാർച്ചിൽ നമുക്ക് 2 പടം നമ്മൾ കട്ട വെയിറ്റ് ചെയ്യുന്ന മൂവീസ്. വേറെ മൂവീസ് ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്ന മൂവീസാണ്. ആ പടങ്ങളൊന്നും നമ്മൾ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകർ ചെയ്യുന്ന പടങ്ങളൊക്കെ ഉണ്ട്. 6-7 പടങ്ങളുണ്ട്. നല്ല പടങ്ങൾ തന്നെ ആയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ ഏപ്രിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക ഫഫ, രോമാഞ്ചം ടീം, ജിത്തു മാധവ്, ആവേശം. ട്രെയിലർ കണ്ട് തരിച്ച് എന്തൊരു റൊമാൻറ്റിഫിക്കേഷൻ മൂവി തന്നെയായിരിക്കും. ഫഹദ് ഫാസിലിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ്. പിന്നെ പറയണ്ട, ജിത്തു മാധവാണ്. ഇവർ കൂടിച്ചേരുമ്പോഴുള്ള രോമാഞ്ചം കണ്ടിട്ട് ആ റൊമാൻറ്റിഫിക്കേഷൻ എപ്പോഴും പോയിട്ടില്ല. പറയുമ്പോൾ തന്നെ രോമാഞ്ചം. അപ്പോൾ ഫഫ കൂടി ചേരുമ്പോൾ പറയേണ്ട കാര്യമില്ല. ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ പോയി കാണാം. ഇപ്പോൾ വെയിറ്റിംഗ് മൂവിയാണ്. ഏപ്രിൽ 11 പ്രത്യേകത ഉണ്ട്. 4 പടം റിലീസാണെന്ന് കേട്ടോ. 4 പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട വെയിറ്റ് ചെയ്യുന്ന മൂവീസ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടേഴ്സ്, ഒരു ടീം കോംബോ, യൂത്ത് ഓറിയൻറ്റഡ് ടീമൊക്കെ കൂടി ചേർന്ന ടീം തന്നെയാണ്. അടുത്ത വരുന്ന പടം വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസ് സംവിധാനം ചെയ്യുന്നു. ബ്ലസ്സി, നിവിൻ പോളി, എല്ലാവരും ഉണ്ടല്ലോ. ട്രെയിലർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഉണ്ടല്ലോ.
പടം നമുക്കറിയാം. എൻ്റെ ഫസ്റ്റ് പോസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കും MGRന്റെ അവിടെ എല്ലാം മറ്റേ പ്രണവ് മോഹൻലാൽ ധ്യാനം ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പോസ്റ്റർ നോക്കിയിട്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ സിനിമാ മോഹവുമായ മദ്രാസിക്ക് പോകുന്ന ചെറുപ്പക്കാരെ കഥ പറയുന്നൊരു കഥയാണെന്ന് തോന്നി. ലാലേട്ടനും ശ്രീനിവാസനും കൂടി കണക്ഷൻസ് ഒക്കെ വരും. പിന്നെ വിനീതേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കിട്ടും അതൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഇതൊരു 3 മണിക്കൂറിന് താഴെയുള്ളൊരു ഫിലിമായിരിക്കും. കട്ട വെയിറ്റിംഗ് മൂവിയാണ്. കട്ട ഫാമിലി, അതുപോലെ ക്ലാസ്, ഡ്രാമ, കോമഡി എല്ലാം തികഞ്ഞൊരു ഫാമിലി പാക്കേജ് തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയം കണ്ടിട്ട് നമ്മളിങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വിട്ടിട്ടില്ല. അത് പെർഫോമൻസുകൾ കാര്യങ്ങളൊക്കെ ചെക്കൻ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ട്. അപ്പോൾ ആ പെർഫോമൻസിൻ്റെ അതുക്ക് മേലെ ആ സീനൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അവിടെ പഴയ ലാലേട്ടനൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. അഗൈൻ അവിടുത്തെ ഒരു പടം കൂടി ഉണ്ടല്ലോ, ജയ് ഗണേഷ്. യെസ്, ഏപ്രിൽ 11 വേറെ പടമുണ്ട്, ജയ് ഗണേഷ്. ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഫിലിമാണ്. ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ഫിലിമാണ്. ഒരുപാട് സംസാര വിഷയങ്ങൾ ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ മാളികപ്പുറം കഴിഞ്ഞതിന് ശേഷം ജയ് ഗണേഷ്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ല മൂവി ആയിരിക്കട്ടെ. അതിൽ നല്ലൊരു എഫേർട്ട് ആൾ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഇന്നലെ ട്രെയിലർ വീഡിയോ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യും. അന്ന് തന്നെയാണ് അത് റിലീസ്. അപ്പോൾ ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മത്സരം നടക്കുന്നൊരു ദിവസം തന്നെയാണത്. ഏപ്രിൽ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമാണ്. പെരുന്നാൾ, വിഷു ഒക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. ഫെസ്റ്റിവലിൽ തകർക്കും. ഇനി പടങ്ങളുണ്ട് കേട്ടോ, അനൗൺസ് ചെയ്യാനുള്ള പടങ്ങളുണ്ട്. ഏപ്രിൽ തന്നെ വേറെ പടങ്ങൾ അനൗൺസ് ചെയ്യാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല പടങ്ങളാവട്ടെ. ഒരു ഏപ്രിൽ 18 തലവൻ വരുന്നുണ്ട്, ജിസ് ജോയ്, ബിജു മേനോൻ, ആസിഫ് അലി. കം ബാക്ക് ടു ആസിഫ് അലി. ആസിഫ് അലിക്ക് തിരിച്ചു വരവായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന പടമാണ്. ജിസ് ജോയുടെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബിജു മേനോൻ ഇവരും കൂടി ചേർന്ന് അനുരാഗരിക്കും വെള്ളം ഒരുപാട് പടങ്ങളുണ്ട്. 2-3 ഫിലിംസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ മൂവീസാണ് അതൊക്കെ. ഒരുമിച്ച് ചേരുന്ന പോലീസ് വേഷമാണ്. അതൊരു ഡിഫറെൻ്റ് ആയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ് ജിസ് ജോയ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 18 തലവൻ. അത് കഴിഞ്ഞ് കം ബാക്ക് ടു നിവിൻ, മലയാളി ഫ്രം ഇന്ത്യ, ഡിജോ ജോസ് ആന്റണി. അതിൻ്റെ ഫസ്റ്റ് പ്രൊമോ വീഡിയോ ആണെന്ന് തോന്നുന്നു, ട്രെയിലർ പ്രൊമോ വീഡിയോ കണ്ട് നമ്മൾ തരിച്ച്. നിവിൻ കം ബാക്ക് എന്ന് പറഞ്ഞ് ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആയിട്ട്. നിവിൻ പോളി നമുക്കറിയാം. നിവിൻ പോളി ഒരു ക്രൗഡ് പുള്ളറാണ് ശരിക്കും. യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നിവിൻ പോളി ഫിലിം വന്ന ആ രീതിയിൽ ജനം കയറിയതാണ്. പിന്നെ ആള് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഫിലിംസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആൾക്കൊരു എല്ലാ നടനും ഉണ്ടായിരിക്കും കരിയറിൽ മോശം സമയം, അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആളെ കുത്തിക്കയറ്റ ആൾ കഴിഞ്ഞിട്ട് യൂത്ത് ഓറിയൻറ്റഡ് നടനുള്ളൂ. അത് നമ്മൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ ചെയ്യുന്നത് ആരാ അറിയാം, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ്. ജനഗണമന പോലത്തെ മൂവീസൊക്കെ ചെയ്തിട്ടുള്ള ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളാണ് ജോസ് ആന്റണി. വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ ഏപ്രിൽ വിട്ട് മെയ്യിലേക്ക് വന്നു. മെയ് 3 നടിഗാർ, ടൊവിനോ, ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് നടിഗാർ. വലിയൊരു ക്രൂ തന്നെ ഉണ്ട് കേട്ടോ. ടൊവിനോ, സോബിൻ, അതുപോലെ തന്നെ വീണ ഒക്കെ ഒരു പിന്നെ യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു വെയിറ്റിംഗ് മൂവിയാണ്. അത് നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ ജീൻ പോൾ ലാലിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്കറിയാം. ഹനീബി ഒട്ടനെ എടുത്തോ, രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട്. ആളിപ്പോൾ ഒരു നടനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിലെ പെർഫോമൻസ്, ആ താടിയൊക്കെ എടുത്താൽ വെച്ചുള്ള എൻ്റെ ലുക്കാണ്ടാ മാറി. അപ്പോൾ അത് ടൊവിനോക്ക് ഭയങ്കര സെലക്റ്റീവായിട്ട് ചെയ്യുന്ന മൂവീസൊക്കെയാണ്. ടൊവിനോ ഇപ്പോൾ ലാസ്റ്റ് വന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയിൽ വരാൻ പോകുന്ന പടങ്ങൾ ഭയങ്കര സെലക്റ്റീവായി ഇൻഡസ്ട്രിയിൽ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് നടൻ തന്നെയാണ് ടൊവിനോ. ഭയങ്കര എഫർട്ടിട്ട് നടനാണ്. ഈ പടം ആ ഒരു രീതിയിലുള്ള സംഭവം തന്നെയായിരിക്കും. പേര് കേട്ടപ്പോൾ നടിഗർ. വിപിൻ ദാസ്, ഗുരുവായൂർ അമ്പലനടയിൽ രാജുവേട്ടൻ, ബേസിൽ, പിന്നെ അനശ്വര രാജനുണ്ടെന്ന് കുറേ പേര്. യൂത്ത് ഓറിയൻറ്റഡ് വലിയ ടീം തന്നെയുണ്ട്. വിപിൻ ദാസ് നമുക്കറിയാം. ജനഗണം അല്ല ജയ ജയ ഹോ നമ്മൾ തരിച്ചു കണ്ട പടമാണ്. അത് നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്തുള്ള പടമാട്ടോ. കുറേ ഭാഗങ്ങൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്തത്. ഗുരുവായൂർ അമ്പലനടയിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു മാരേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവമായിട്ട് ഗുരുവായൂർ എത്തിച്ച്. ഗുരുവായൂരിൻ്റെയാണ് കുറേ ഷൂട്ടിങ്. ഇതിൻ്റെ 20 ഡേയ്സോളം ഷൂട്ടിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ക ജനഗണമന ജയ ജയ ജയഹോ പോലെ ഒരു നല്ലൊരു മൂവി തന്നെയായിരിക്കും. ഫാമിലി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു മൂവി തന്നെയായിരിക്കും. രാജേട്ടൻ നാടൻ ഓടുന്ന പുണ്ടൊക്കെ എടുത്ത് വരുന്നത് എന്തൊരു ലുക്ക് എന്ന് പറയും. അവിടെ കണ്ടിരുന്ന ആളെ. അപ്പോൾ അതൊരു ഷുവർ ഹിറ്റിൽ എഴുതി വെച്ചുള്ള പടമാണ്. മെയ് 13 ബാരോസ്, മലയാളത്തിൻ്റെ സ്വന്തം അഹങ്കാരം നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത 3D മൂവി ബാരോസ്.
മെയ് 13 റിലീസ് കൺഫേം ചെയ്ത്, റിലീസ് ഡേറ്റ് മാർച്ചിൽ പറഞ്ഞ് മെയ് 13 മാറ്റിയിരിക്കുകയാണ്. മെയ് 13 പടം കൺഫേം ആണ്. അപ്പോൾ ഏകദേശം 12 പടങ്ങൾ, ഏകദേശം 10 പടങ്ങൾ 50 കോടി ക്ലബിൽ കയറുമെന്ന് ഷുവർ. 1-2 പടം 100 കോടി എത്തുന്നുള്ളൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. മലയാള സിനിമ 2024 അവസാനിക്കുമ്പോഴേക്കും ഒരു 25-50 കോടി പടങ്ങൾ ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റാം നമുക്ക് ഓണത്തിന് റിലീസ് ഉണ്ടാവുന്ന ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഓണത്തിന് തന്നെയായിരിക്കും റിലീസ്. അതിൻ്റെ 2 ഷെഡ്യൂളായിട്ടാണ് പടം വരുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ 10 ഡേയ്സ് ഷൂട്ടും സെക്കൻഡ് 30 ഡേയ്സ് ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ അടുത്തപ്പോൾ ലൂസിഫർ, റംപാൻ, പിന്നെ 2-3 വേറെ ഇപ്പം തെലുങ്ക് പടത്തിൻ്റെ പ്രൊജക്റ്റിലേക്കുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തൊരു മൂവി ആയിരിക്കും. ടൈമുണ്ട്, ആള് ഫുൾ സെലക്റ്റീവായിട്ട് ലാലേട്ടൻ വരുന്നു. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ OTT ഗംഭീര അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളൊരു മലയാളികൾ ഡീഗ്രേഡ് ചെയ്തൊരു മൂവിയാണത്. പക്ഷെ ആ പടം എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ OTT വീണ്ടും കണ്ടു, 2 പ്രാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ്, 1 പ്രാവശ്യം OTT കണ്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണും. പക്ഷേ OTT കാണുമ്പോൾ വേറെ ഫീലാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസിൻ്റെ പടം തന്നെയായിരുന്നു. പക്ഷെ ഒരിക്കലും കാണാതെ പോകരുത് ഈ പടം മലൈക്കോട്ടെ വാലിബൻ. അപ്പം അത് ഭയങ്കര അഭിപ്രായം നേടുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് കാര്യമാണ്. ഒരു എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ്. മഞ്ഞുമൽ ബോയ്സ് ഏകദേശം ഒരു 100 crores ക്ലബിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 50 crore കംപ്ലീറ്റ് ചെയ്ത്, അത് ഷുവർ ഹിറ്റ് 100 crore അടിക്കുന്ന എനിക്ക് തോന്നുന്നു. പ്രേമലു അതുപോലെ തന്നെ. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ചെറിയൊരു ഡ്രൈവർ റോഡ് ചെയ്ത ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അശ്വന്ത് ഗോക്ക് ഉണ്ണിവോക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഖാലിദ് റഹ്മാൻ അറിയില്ല ആർക്ക്, ഭയങ്കര മോശം സംഭവമാണ്. ഇത്രയും യുവ ഡയറക്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു യുവ സംവിധായകൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിലിമിനെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. നമ്മൾ പറഞ്ഞു വന്നതല്ല, ആള് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ഖാലിദ് റഹ്മാൻ, ആ ഡ്രൈവറുടെ ചേട്ടൻ എന്നുള്ള. അതുപോലെ തന്നെ ജീൻ പോളാലോ പടത്തിൽ ചെയ്തിട്ടുണ്ട്, ഇവരെ മഞ്ഞുമൽ ബോയ്സിൽ ഒരാളായിട്ട്. അതുപോലെ തന്നെ ബേസിൽ ഈ പടത്തിലില്ല, പക്ഷെ ബേസിലിനെ വെച്ചിട്ടാണ് രോമാഞ്ച് ചെയ്തത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സംവിധായകന്മാർ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരുന്നിരിക്കുന്ന സമയത്ത് ഓരോ ഉള്ളിലൊരു നല്ലൊരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് മറ്റേ ജയ്ഹോലി എന്നുള്ളൊരു ക്യാരക്ടർ, അതുപോലെ ജാനമൻ്റെ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ ജീൻ പോളാലിൻ്റെ മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ്റെ ക്യാരക്ടറൊക്കെ കൊടുത്തത് നമ്മുടെ ചിദംബരം ഒരു അപ്രീസിയേഷനുള്ള കാര്യമാണ്. ഡയറക്ടേഴ്സിന് ഒരുപാട് ഡയറക്ടേഴ്സ് വന്നിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചിട്ട് കയ്യടി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ യൂത്ത് ഓറിയൻ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ആളുകൾ കടന്നു വരും, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഇതിന് വളരെ സന്തോഷം. 2024 മൊത്തം പോസിറ്റീവാണ്. പ്രകാശം അങ്ങനെ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിക്ക്. അപ്പോൾ ഇനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത പടങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.